മരിയൻ ഉടമ്പടിയുടെ ഉടനടി അനുഭവങ്ങളാണ് നമ്മളിപ്പം കൃപാസനം പത്രത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിക്കുകയായിരുന്ന ഞാൻ 4ാം നിലയിൽ നിന്ന് കാല് തന്നെ താഴേക്ക് വീണു. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ സ്പൈനൽ കോഡ് അകൽച്ചയും പൊട്ടലും ഉണ്ടെന്നും 3 സർജറി വേണമെന്നും പറഞ്ഞു. ആ സമയം അടുത്തുള്ളവരൊക്കെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ തരികയും കൃപാസനം മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ മാതാവിനോട് സർജറി മാറ്റിത്തരാൻ ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞോളാം എന്നും അതിൻ്റെ ഫലമായി പിറ്റേ ദിവസവും ഒരു സർജറി മാത്രം മതി, നടുവിന് ഒരു പോറൽ പോലും മാത്രമേ ഉള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ അടുത്തുള്ള പള്ളിയിലെ പുരോഹിതൻ വന്ന് എന്നെ എഴുന്നേൽക്കുവാൻ പറ്റാത്ത അവസ്ഥയും വീട് പണി തീരാത്ത ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ടു. എല്ലാവരും സാമ്പത്തികമായി സഹായിച്ച് ഞങ്ങളുടെ കടബാധ്യത മാറുകയും വീട് പണി പൂർത്തിയാക്കുവാനും സാധിച്ചു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ബാംഗ്ലൂർ പോയി എക്സാം എഴുതാനും സാധിച്ചു. പതിനെട്ട് ഭാഷകളിലാണ് ഇപ്പോൾ കൃപാസനം പത്രം ലഭ്യമാകുന്നത്. പ്രാർത്ഥന ആവശ്യങ്ങൾക്കും അന്വേഷണങ്ങൾക്കുമായി കൃപാസനത്തിലേക്ക് വിളിക്കുന്ന നമ്പറുകളാണ് ഈ കാണുന്നത്.